ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 46, പേജ് നമ്പർ 610. കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തി. പദാനുപദം. അഹം ഞാൻ, ത്വാം അങ്ങയെ, തഥാ ഏവ അതുപോലെ തന്നെ, കിരീടിനം കിരീടയുക്തനായി, ഗദിനം ഗദാധരനായി, ചക്രഹസ്തം ചക്രഹസ്തനായിട്ട്, ദ്രഷ്ടും ദർശിക്കുവാൻ, ഇച്ഛാമി ആഗ്രഹിക്കുന്നു, സഹസ്രബാഹോ ഹേ സഹസ്രബാഹോ, വിശ്വമൂർത്തേ വിശ്വമൂർത്തേ, ചതുർഭുജേന 4 കൈകളോടു കൂടിയ, തേന രൂപേണ ഏവ ആ രൂപത്തോടു കൂടി തന്നെ, ഭവ ഭവിച്ചാലും. വിവർത്തനം. ഹേ സഹസ്രബാഹുവായ വിശ്വരൂപ, 4 കൈകളും ശിരസിൽ കിരീടവും കൈകളിൽ ശംഖുചക്ര ഗദാ പത്മങ്ങളുമുള്ള അങ്ങയുടെ ആ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവൻ അത് കാണിച്ചു തരേണമേ. ഭാവാർത്ഥം. രാമാദിമൂർത്തിഷു കലാനിയമേന തിഷ്ഠൻ എന്ന് ബ്രഹ്മസംഹിത 5:39. ഭഗവാൻ 100,000 ശാശ്വത രൂപങ്ങളിൽ വർത്തിച്ചരുളുന്നു. അവയിൽ പ്രാധാന്യമുള്ളവയത്രേ രാമൻ, നരസിംഹം, നാരായണൻ മുതലായ അസംഖ്യം രൂപങ്ങൾ. എന്നാൽ താത്കാലിക വിശ്വരൂപത്തെ കൈക്കൊണ്ട ആദിപുരുഷനാണ് കൃഷ്ണനെന്ന് അർജുനന് അറിയാം. ആത്മീയമായ നാരായണ രൂപം കാണിക്കണമെന്ന് ഇപ്പോൾ അർജുനൻ അപേക്ഷിക്കുന്നു. കൃഷ്ണൻ ആദ്യനായ പരമപുരുഷനാണെന്നും മറ്റെല്ലാ മൂർത്തികളും അദ്ദേഹത്തിൽ നിന്ന് ഉദ്ഭവിച്ചവയാണെന്നുമുള്ള ഭാഗവത സിദ്ധാന്തത്തെ ഈ ശ്ലോകം സംശയാതീതമായി സ്ഥിരീകരിക്കുന്നുണ്ട്. തൻ്റെ സമഗ്രമായ ആവിർഭാവങ്ങളിൽ നിന്ന് ഭിന്നനല്ല കൃഷ്ണൻ. എണ്ണമറ്റ ആ രൂപങ്ങളിലേതെടുത്താലും അദ്ദേഹം ഈശ്വരനായി തന്നെ വാഴുന്നു. ഈ
എല്ലാ രൂപങ്ങളിലും അദ്ദേഹം നവയൗവനയുക്തനായി വർത്തിക്കുന്നു. അതത്രേ പരമദിവ്യോത്തമ പുരുഷന്റെ സനാതന ഭാവം. കൃഷ്ണന്റെ യാഥാർത്ഥ്യമറിഞ്ഞവർ ഉടനെ തന്നെ ഭൗതിക ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാവും. ഹരേ കൃഷ്ണ.